യിലേക്ക് പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിലവിലുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് തീരുമാനമെടുക്കാമെന്നാണ് സർക്കാർ നിലപാട്. യൂണിഫോമിന്റെ നിറവും ശൈലിയും സ്കൂളിന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. എന്ത് തർക്കത്തിന്റെ പേരിലായാലും ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ, പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവരെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്തിന്റെ പേരിലായിരുന്നില്ല ആർക്കും അവകാശമില്ല. ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? കിട്ടിയ പരാതിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും, അതിന് മറുപടി വാങ്ങുന്നതാണ്. മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതലിന് വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവരെ അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവും. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. ഹിജാബ് ധരിച്ചു വരരുതെന്ന് സ്കൂൾ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ല. വിഷയം കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ PTA സ്കൂളിൽ പ്രവർത്തിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ. ഷുവർലി വി വിൽ ഫോളോ ദാറ്റ്. അതാണ് ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത്. ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം, കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകുകയുണ്ടായി. തലയിലെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. 3. ശരിയായ രീതിയിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇടവരില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കേരള WPC 1744/2016 വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ 8/5/2024 2991/2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പ്രകാരം എല്ലാ സ്കൂളുകളിലും ഒരു ഫീ റെഗുലേറ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കേണ്ടതും ഇതിന്റെ മുന്നോടിയായി PTA ജനറൽ ബോർഡ് ചേർന്ന ഒരു PTA കമ്മിറ്റി രൂപീകരിക്കേണ്ടതും ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും സ്കൂൾ മാനേജ്മെന്റിന്റെ താൽപര്യപ്രകാരം ക്ലാസ് വൈസ് PTA അംഗങ്ങളെ നോമിനേറ്റ് ചെയ്ത് അവരിൽ നിന്നും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അശാസ്ത്രീയമായ രീതിയാണ് സ്കൂൾ പിന്തുടരുന്നത്. അതുമൂലം മാനേജ്മെന്റിന്റെ താൽപര്യം സംരക്ഷിക്കുന്ന PTA കമ്മിറ്റിയാണ് നാളിതുവരെ ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ രീതി അടിയന്തരമായി തിരുത്തേണ്ടതാണ്. വാർത്താ സമ്മേളനത്തിനിടെ മന്ത്രി നടത്തിയ മറ്റൊരു പ്രസ്താവനയ്ക്കെതിരെയും മാനേജ്മെന്റും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അൺഎയ്ഡഡ് സ്കൂൾ ആണെങ്കിലും NOC നൽകുന്നത് സർക്കാരാണെന്ന് എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ മന്ത്രി ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്കൂളിന് സംസ്ഥാന സർക്കാരിന്റെ NOC ആവശ്യമില്ല എന്നുമാണ് സ്കൂളിന്റെ വാദം. ഇപ്പോൾ ഗവൺമെന്റ് കേന്ദ്രീയ സെൻട്രൽ സിലബസ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇന്നിപ്പോൾ പുതുക്കേണ്ട സമയമാണ്. NOC പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്.
അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. CBSE അഫിലിയേഷൻ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു. 2026-27 അക്കാദമിക് ഇയറിലേക്ക് CBSE അഫിലിയേഷനുള്ള NOC സ്റ്റേറ്റ് ഗവൺമെന്റ്സിൽ നിന്നും വേണ്ട. ഇപ്പോൾ പുതിയ CBSE അഫിലിയേഷൻ പോളിസി പ്രകാരം NOCയുടെ ആവശ്യമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOCയുടെ ആവശ്യമില്ല CBSE അഫിലിയേഷന്. ഇതിനിടെ സംസ്ഥാനത്തെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഹിജാബ് അനുവദിക്കണമെന്ന് സർക്കാർ സർക്കുലർ ഇറക്കണമെന്നാവശ്യപ്പെട്ട് SDPI രംഗത്തെത്തി. ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനാ അവകാശമാണെന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ് SDPI ആയുധമാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോ ഇവിടെ NSS സ്കൂൾ നടത്തുന്നുണ്ട്, SNDP സ്കൂൾ നടത്തുന്നുണ്ട്, MES നടത്തുന്നുണ്ട്, ഒരുപാട് പലരും നടത്തുന്നുണ്ട്. എവിടെയും ഇത് നിഷേധിക്കുന്നില്ല. ഇത് ചില മാനേജ്മെന്റ് ക്രിസ്ത്യൻ സ്കൂളുകളാണ് ഇത് ചെയ്യുന്നത്. മാനേജ്മെന്റുകള് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതൊരു പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാകരുത്. ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ അത് ആര് നടത്തുകയാണെങ്കിലും അവിടെ ഗവൺമെന്റ് സ്കൂൾ നടത്തണമെങ്കിൽ ഏത് മാനേജ്മെന്റ് ആണെങ്കിലും സ്കൂൾ നടത്തണമെങ്കിൽ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് അനുമതി കൊടുക്കുന്ന പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും അവിടെ പോകാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. ഗവൺമെന്റ് അനുമതി കൊടുക്കാതെ, അംഗീകാരം കൊടുക്കാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത് നടത്തുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി KP അഭിലാഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അഭിലാഷ്, ഈ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി പറയുന്നത് അവിടെ തീരുന്നെങ്കിൽ സ്കൂൾ കാര്യങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ എന്നാണ്. ഒപ്പം എന്തുകൊണ്ടാണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ഒരു പരാതിയിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്നത് എന്നും പറയുന്നുണ്ട്. അതേസമയം ഹിജാബ് വിഷയത്തിനപ്പുറത്തേക്ക്, ആ സ്കൂളിൽ തീരേണ്ട വിഷയത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കാര്യങ്ങൾ നീങ്ങുന്നു അല്ലേ? തീർച്ചയായും അശ്വതി, ഈ ഹിജാബ് തർക്ക വിഷയത്തെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു പൊതുവിമർശനം ആണ് ഇപ്പോൾ ഉയരുന്നത്. ആ വീഴ്ചയാണ് ഇത് രാഷ്ട്രീയമായ ഒരു ഏറ്റുമുട്ടലിലേക്കും അതല്ല എങ്കിൽ സാമുദായികമായ സ്പർദ്ധയിലേക്കുമൊക്കെ വഴിവെക്കുന്നത്. വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ ഒക്കെ മറ്റ് ഇതര സാമുദായിക സംഘടനകൾ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണും എന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പരാതി ഉന്നയിച്ചിട്ടുള്ള പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ നിലപാട് എന്തായിരിക്കും എന്നതുമാണ് ഇനി ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇന്ന് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആണ് സ്കൂൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പരാതിക്കാരിയായ പെൺകുട്ടി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല. അനാരോഗ്യത്തെ തുടർന്നാണ് സ്കൂളിൽ എത്താത്തത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ വിശദീകരണം. എന്നാൽ ഈ വിഷയം എന്നത് അത് കേവലമായ ഒരു കുടുംബത്തിൻ്റെ ആവശ്യമോ മതപരമായ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യമോ അല്ല എന്നുള്ളത് ഈ വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ മത സാമുദായിക സംഘടനകൾക്കും പകൽ പോലെ വ്യക്തമായതാണ്. അതെന്തുകൊണ്ട് സർക്കാരിന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി എന്ന വിമർശനം ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ഈ പള്ളുരുത്തിയിലെ സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നതിന് വിലക്കി, അതോടൊപ്പം തന്നെ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ പുറത്താക്കി എന്ന മട്ടിലുള്ള ഒരു പരാതിയാണ് വിദ്യാഭ്യാസ വകുപ്പിന് പെൺകുട്ടിയുടെ രക്ഷിതാവ് നൽകിയിട്ടുള്ളത്. അതേസമയം ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ജനപ്രതിനിധികൾ ആയിട്ടുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതിന് കാരണമെന്നത് ഇത് സ്പർദ്ധയുണ്ടാക്കാൻ സാധ്യതയുള്ള, മതസ്പർദ്ധയുണ്ടാക്കാൻ സാധ്യതയുള്ള, സമൂഹത്തിൽ വരും ദിവസങ്ങളിലടക്കം വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു നീക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് ഹൈബി ഈഡൻ MPയുടെ നേതൃത്വത്തിലടക്കം ചർച്ച നടന്നത്. അക്കാര്യം പിന്നീട് ഹൈബി ഈഡൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തതാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്, ഈ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുത്തില്ല എന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട്. സ്കൂളിൻ്റെ അറിവോടെയല്ല, മാനേജ്മെന്റിന് വേണ്ടിയല്ല ഹൈബി ഈഡൻ സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ രക്ഷിതാവ് തനിക്ക് പരാതിയില്ല എന്നും ഇതൊരു സാമൂഹിക സ്പർദ്ധയിലേക്ക് പോകരുത് എന്നും ഇത് അടഞ്ഞ അധ്യായമാണ് എന്നും മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിച്ചതാണ്. എന്നാൽ അതിനുശേഷമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം പുറത്തിറങ്ങുന്നത്. അത് സ്കൂളിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു, ആ പെൺകുട്ടിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ചെയ്തത് എന്ന മട്ടിലുള്ള ഉത്തരവ് ആണ് പുറത്തു വന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെതായി പുറത്തു വന്നത്. വിദ്യാഭ്യാസ മന്ത്രിയും
ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഹിജാബ് ധരിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം തുടരാൻ അനുവദിക്കണമെന്ന നിർദ്ദേശവും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇത് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെയൊരു വിഷയം ഉണ്ടായപ്പോൾ അവിടെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവരാണ് ഇടപെട്ട് ചർച്ച നടത്തിയത്. സ്വാഭാവികമായും അങ്ങനെ ഒരു വിഷയത്തെ രമ്യമായി പരിഹരിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഹൈബി ഈഡൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് കൂടി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം അവർ മാധ്യമങ്ങളോടും പ്രതികരിച്ചത്. പക്ഷേ ആ ക്രെഡിറ്റിനപ്പുറം ഈ സാമുദായികമായ സ്പർദ്ധയും വാക്പോരുകളും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു വിഷയം പരിഹരിക്കപ്പെട്ടു എന്നതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട മെറിറ്റ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിഷയം പരിഹരിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന ഈ ഉത്തരവ് ഏറെ വിവാദമായത്. അതുമാത്രവുമല്ല, കടുപ്പിച്ച നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണവും സർക്കാർ ഈ പെൺകുട്ടിക്ക് ഒപ്പമാണ്, അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നടത്തണം എന്ന നിലപാടിൽ ആണ് എന്ന് തന്നെ ആവർത്തിക്കുകയും ചെയ്തു. നമ്മുടെ റിപ്പോർട്ടർ VV അരുണിനോട് അടക്കം ഇന്ന് രാവിലെ മന്ത്രി വ്യക്തമാക്കിയത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതാണ്. എന്നാൽ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അല്പം മയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഇല്ല എങ്കിൽ, അവർ ഈ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ട് പെൺകുട്ടിയെ സ്കൂളിൽ വിടാൻ ഒരുക്കമാണ് എങ്കിൽ സ്വാഭാവികമായും അതിന് സർക്കാരിനും മറ്റൊരു അഭിപ്രായമില്ല, അത് തുടരട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ആണ് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ SDPIയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് മന്ത്രിയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടും ആ ഒരു ഉത്തരവിനെ ഉദ്ധരിച്ചുകൊണ്ടുമാണ്. അതുപ്രകാരം ഹിജാബ് ധരിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് പള്ളുരുത്തിയിലെ സ്കൂളിൽ പഠിക്കാൻ അനുവാദം നൽകുമ്പോൾ അതൊരു ഉത്തരവായി അല്ലെങ്കിൽ സർക്കുലറായി ഇറക്കണം എന്നാണ് SDPI ആവശ്യപ്പെട്ടത്. എല്ലാ സ്കൂളുകളിലും ഏത് മാനേജ്മെന്റിന് കീഴിൽ ഉള്ള സ്കൂളാണ് എങ്കിലും, ഏത് യൂണിഫോം സമ്പ്രദായമാണ് പിന്തുടരുന്നത് എങ്കിലും, മതവിഭാഗത്തിന് അതായത് ഹിജാബ് പിന്തുടരണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ അതിനനുവദിക്കണമെന്നത് ഉത്തരവായി സർക്കുലറായി ഇറക്കണമെന്ന് SDPI ആവശ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയവും അതിനപ്പുറത്ത് മതപരവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ ആലോചനകൾ നടത്തുകയോ അങ്ങനെ പ്രവർത്തിക്കുകയോ ചെയ്തത്. BJPയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായൊരു നിലപാട് തന്നെയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മതസാമുദായിക വിഭാഗത്തിന് മാത്രം താല്പര്യത്തിനനുസരിച്ച് വഴങ്ങിക്കൊടുക്കാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് BJP നേരത്തെ സൂചിപ്പിച്ചത്. അത് അംഗീകരിക്കാനുമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു ഏറ്റുമുട്ടലിൻ്റെ സാധ്യത സർക്കാർ നേരത്തെ കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിപ്പോൾ മാനേജ്മെൻറ്റുമായി, അതായത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുമായി സർക്കാർ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഘട്ടവും മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞത് 2018 ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥിനികൾ ആയിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് മുസ്ലിം സമുദായാംഗങ്ങളായ തങ്ങളെ തട്ടവും ഫുൾ കൈ ഷർട്ടും ഇടാൻ അനുവദിക്കണമെന്നായതായിരുന്നു ആ ഹർജിയിലെ ആവശ്യം. പക്ഷേ ആ ഹർജി അംഗീകരിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. മതപരമായ മൗലിക അവകാശങ്ങൾ പോലെ തന്നെ സ്ഥാപനം നടത്തുന്നവർക്ക് അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക. ഈ പെൺകുട്ടികൾക്ക് ഇവിടെ ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എങ്കിൽ TC ആവശ്യപ്പെടാമെന്നും TC ആവശ്യപ്പെട്ടാൽ അത് നൽകണം എന്നുമായിരുന്നു അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായി ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് വ്യക്തമാക്കിയത്. ഈ വിധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത് ഏത് സമുദായത്തിൽപ്പെട്ട ആൾക്കും ഈ സ്കൂളിൽ പഠിക്കാം. പക്ഷേ 2018 ഹൈക്കോടതി വിധി എന്താണോ അത് മാത്രമായിരിക്കും മാനേജ്മെന്റ് അനുസരിക്കുക എന്നത്. ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷമായിരുന്നു V. ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം നടന്നത്. അവിടെയാണ് മന്ത്രി ഒരല്പം മയപ്പെടുത്തിയത്. പക്ഷേ മന്ത്രിയുടെ ബോഡി ലാംഗ്വേജിലും ശരീരഭാഷയിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലും ഉണ്ടായിരുന്നത് അൺഎയ്ഡഡ് സ്കൂളാണ്, CBSE സിലബസ് ആണ് പിന്തുടരുന്നത്. പക്ഷേ NOC നൽകണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ കൂടി വിചാരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സർക്കാർ പറയുന്നത് കൂടി അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, അങ്ങനെ സഹകരിച്ചു പോയാൽ നല്ലത് എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് മന്ത്രി നൽകിയത്. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി മിനിറ്റുകൾക്കകം മാനേജ്മെന്റ് അതിന് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. മന്ത്രിക്ക് നിയമങ്ങൾ കൃത്യമായി അറിയില്ലേ എന്ന് കൂടിയാണ് ചോദിച്ചത്. ആ നിയമം എങ്ങനെയെന്ന് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിക്കില്ല, അതിന് നിയമ വിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് 2026-27 അധ്യയന വർഷത്തിൽ CBSE സിലബസിൽ ഉള്ള ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ NOC വേണ്ട എന്നാണ്.
ഇതേ കാര്യമാണ് മന്ത്രി പറഞ്ഞത്. 2026-27 അക്കാദമിക് ഇയറിൽ മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാന സർക്കാരാണ് NOC നൽകുന്നത്, അത് ഓർക്കണം എന്നുള്ള മുന്നറിയിപ്പാണ്. അത് ഓർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് മാനേജ്മെന്റ് പറയുമ്പോൾ വളരെ കൃത്യമായി മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ ഖണ്ഡിക്കുക മാത്രമല്ല മന്ത്രിയെ വെല്ലുവിളിക്കുക കൂടിയാണ് ചെയ്തത്. അതായത് സർക്കാർ എങ്ങനെ മുന്നോട്ട് പോയാലും ഞങ്ങളുടെ മാനേജ്മെന്റ് പോളിസിയുമായി മുന്നോട്ട് പോകും, അതിൽ വിട്ടുവീഴ്ചയില്ല. അല്ല എങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധി വരട്ടെ എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതായി വരുന്നത്, ഈ വിഷയത്തിൽ ഈ നിലവിലെ സ്കൂളിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന് പൊതുവെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും സഭകളുടെയും ഒരു പിന്തുണ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. ഇന്ന് തന്നെ പുറത്തിറങ്ങിയ ദീപിക ദിനപത്രം, അത് കത്തോലിക്ക സഭയുടെ മുഖപത്രം പോലെ തന്നെ നമുക്ക് വിലയിരുത്താവുന്ന പത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിമർശനമാണ് ഈ മുഖപത്രം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയിലെ നിർമ്മല സ്കൂൾ, അതും ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിൽ, നിർമ്മല കോളേജ് അതും ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിൽ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെയായിരുന്നു നിസ്കാരത്തിന് മുറി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ വിഷയമൊക്കെ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചു പോയതാണ്. അവിടെ നിസ്കാരമുറി അടച്ചപ്പോഴാണ് ഹിജാബ് തുറന്നത് എന്ന മട്ടിൽ ഉള്ള ഒരു മുഖപ്രസംഗമാണ് ഇന്ന് ദീപികയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഫാദർ ഫിലിപ്പ് കബീൽ ഉൾപ്പെടെയുള്ളവർ, KCBCയുടെ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി അടക്കമുള്ളവർ പൂർണ്ണമായും ഈ മാനേജ്മെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു പിന്തുണ കൂടി മാനേജ്മെന്റ് ആർജിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. ഇപ്പോൾ ഈ ചർച്ചകൾ ഏതാണ്ട് രമ്യമായി പക്ഷേ അഭിലാഷ്, അവിടെ നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്രശ്ന പരിഹാരത്തെ കുറിച്ച് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് രക്ഷകർത്താവിനും സ്കൂളുകാർക്കും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അത് അവിടെ തീരട്ടെ എന്നാണ്. എങ്കിൽ പോലും ഈ SDPI ഇത് ഒരു വലിയ പ്രശ്നമാക്കി എടുത്തിരിക്കുന്നു. അത് സർക്കുലർ സർക്കാർ ഇറക്കണം എന്നൊക്കെ പറയുന്നത് അത് മന്ത്രിയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ കുട്ടിയുടെ പിതാവ് അനസ് നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് SDPIയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് പിന്നാലെ അവിടെ സ്കൂളിലെത്തിയ ആളുകളെ എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇനി ഉണ്ടാകുന്ന സമ്മർദ്ദം, ആ കുഞ്ഞിന് ഇനി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും അശ്വതി, ഇന്ന് ആ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല. അത് അനാരോഗ്യത്തെ തുടർന്ന് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്, ഇത് ആ കുടുംബത്തിൻ്റേത് മാത്രമായ ഒരു ആവശ്യമല്ല. ഇവിടെ പ്രതിഷേധവുമായി സംഘടിച്ച ഒരു വിഭാഗം ആളുകൾ എത്തിയതാണ്. മാനേജ്മെന്റ് പറയുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിൽ ഹിജാബ് ധരിച്ച ആ കുട്ടി എത്തിയിരുന്നു, അപ്പോഴൊന്നും ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. മറിച്ച് ഇത് ഈ സ്കൂളിൻ്റെ യൂണിഫോം കോഡിന് നിരക്കുന്നതല്ല, അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിൽ തന്നെ ഈ മാസം 7-ാം തീയതി 8-ാം തീയതി അങ്ങനെ കൃത്യമായ ഡേറ്റ് അടക്കം പറയുന്നുണ്ട്. അവിടെ ആർട്സ് ഫെസ്റ്റിവൽ നടന്ന ദിവസമാണ്. അന്നത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ആ കുട്ടി നടന്നത്. അപ്പോഴും ആ കുട്ടിയോട് പറഞ്ഞ് തിരുത്തുകയാണ് ചെയ്തത്. പിന്നീട് അത് മാറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ കുട്ടിയുടെ രക്ഷിതാവിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് അവിടെ സംഘടിതമായ ഒരു പ്രതിഷേധം അരങ്ങേറിയത്. അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയവും മതവും ചർച്ച ചെയ്തത് എന്നത് നമുക്കറിയാം. അവിടെയാണ് ഇതിൻ്റെ ആരംഭമെന്നും പറയാം. അതിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണ് ഇന്ന് SDPIയും നടത്തിയത്. അതായത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഹിജാബിന് അനുകൂലമാകുന്ന ഒരു തീരുമാനം ഉണ്ടായ നിമിഷം തന്നെ അത് ഉത്തരവായും സർക്കുലറായും ഇറക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ മറ്റൊരു പ്രതിസന്ധി ഉള്ളത്, ഇന്ന് രാവിലെയും നമ്മൾ ഈ സ്കൂളിൻ്റെ അഭിഭാഷകയുമായി സംസാരിക്കുകയുണ്ടായി. അവരോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ഈ പെൺകുട്ടി ഇനിയും ഹിജാബ് ധരിച്ച് ആ സ്കൂളിലേക്ക് എത്തിയാൽ എന്തായിരിക്കും നടപടി എന്നുള്ളതാണ്. അതിന് അവർ നൽകുന്ന മറുപടി, പെൺകുട്ടിയുടെ പിതാവ് നിലവിൽ തന്നെ സ്കൂളിലെ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ട് പെൺകുട്ടിയെ സ്കൂളിലേക്ക് വിടാം എന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ആ സ്കൂളിലേക്ക് പെൺകുട്ടി ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് എത്തേണ്ടതായിരുന്നു. അങ്ങനെ എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം ആരോഗ്യ പ്രശ്നമെന്നാണ് പറയുന്നത്. അത് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ അത് ആരോഗ്യ പ്രശ്നമല്ല എങ്കിൽ ആ കുടുംബം ഇപ്പോഴും ചില സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇതോടൊപ്പം മാനേജ്മെന്റ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. 100-ലധികം മുസ്ലിം വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരിൽ പലരുടെയും രക്ഷിതാക്കൾ ഇപ്പോൾ ഞങ്ങളെ ബന്ധപ്പെടുന്നു. അവരെയും, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളെയും ചിലർ നിർബന്ധിക്കുന്നു, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ഹിജാബ് ധരിപ്പിച്ച് വേണം സ്കൂളിൽ വിടാൻ എന്നുള്ളത്. അവിടെ കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറയുന്നത്. ഒരുപക്ഷെ മാനേജ്മെന്റും ഈ വിഷയത്തെ ശക്തമായി എതിർക്കാൻ കാരണം ഇങ്ങനെ ഒരു അജണ്ടയുടെ പുറത്താണ് ഈ കുട്ടികളെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആവർത്തിച്ച് പറയുന്നത്. 2018-ലെ കോടതി വിധി എന്താണോ അതാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. ആ വിധിയുമായി
സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി വരും ദിവസം അറിയേണ്ടത്, അടുത്ത ദിവസം ഈ പെൺകുട്ടി സ്കൂളിൽ ഹാജരാകുമ്പോൾ ഹിജാബ് ധരിക്കുമോ, അതല്ല എങ്കിൽ പെൺകുട്ടി TC വാങ്ങാൻ ആവശ്യപ്പെടുമോ, മറ്റേതെങ്കിലും സ്കൂളിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഹിജാബ് ധരിച്ചു വന്നാൽ സ്വാഭാവികമായും ഇനി അത് BJPയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെയോ ഒക്കെ ചില പ്രതിഷേധങ്ങൾക്ക് കൂടി വഴിവെച്ചേക്കും. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അറിയേണ്ടത് അടുത്ത ദിവസങ്ങളിലെ നീക്കങ്ങൾ എന്ത് എന്നതായിരിക്കും. അശ്വതി. KP അഭിലാഷാണ് വിശദവിവരങ്ങൾ നൽകിയത്.